നമുക്കിതിലേക്ക് പൊക്കവടയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1 കിലോ സവാള അരിഞ്ഞിട്ട് ചെറുതാക്കി പൊടിയായി അരിയുക. അതിന് ശേഷം മല്ലിയില അരിയുക. അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്താം. സവാളൻ്റെ കൂടെ ചേർത്താം. അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ചേർത്താം. അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്താം. നമ്മൾ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും മല്ലി ഇലയും കൂടി ചേർത്ത് അരിഞ്ഞ്, പിന്നെ അതിലേക്ക് 1 കിലോ സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചേർത്താം. നമുക്ക് ഉപ്പ് ചേർത്താം. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി ചേർത്താം. മസാലപ്പൊടി ചേർത്താം. കുറച്ച് അപ്പസോഡ ഇടാം. നന്നായി അങ്ങോട്ട് കുഴയ്ക്കാം. എല്ലാം കൂടിയിട്ട് നന്നായി കുഴച്ച് പാകമാക്കി ഉപ്പും മുളകും ഒക്കെ ഉള്ളിയിലും കറിവേപ്പിൻ്റെ ഇലയും മല്ലി ഇലയൊക്കെ കൂടി അരിഞ്ഞിട്ടൊക്കെ നല്ല പാകമാക്കി മസാലപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്ത് നല്ല പോലെ കുഴച്ചെടുത്തു. നമ്മൾ 2 പാത്രം അരിപ്പൊടി ഇട്ടു. ഒരു പാത്രം കടലപ്പൊടി ഇട്ടു. കടലമാവ് 1.25. നല്ല ടേസ്റ്റാണ് മക്കളെ, ഇതുപോലെ ചെയ്ത് നോക്കണം. അതിലേക്ക് നമ്മൾ മൈദപ്പൊടി ചേർത്താം. ആ പാത്രത്തിന് തന്നെ 1, 2, 2.5 പാത്രം മൈദ. നമുക്കതിനെ നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. റമദാൻ നോമ്പ് സ്പെഷ്യൽ. കുഴച്ച് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെയൊക്കെ പാകം. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റിയായ സാധനമാണ്. നിങ്ങളതുപോലെ ചെയ്ത് നോക്കണം.